നമസ്തേ, എല്ലാവർക്കും മായ ഫ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യോഗ വ്ലോഗായിട്ടാണ്. ഒത്തിരി ആളുകൾ സൂര്യ നമസ്കാരം എന്താണ്, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഒത്തിരി ആളുകൾ സൂര്യ നമസ്കാരം റെഗുലറായിട്ട് ചെയ്യുന്നവരുണ്ടാവും, പകുതി വെച്ചിട്ട് നിർത്തിപ്പോയവരുണ്ടാവും, ഇനി പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പൊ എല്ലാവർക്കും മായ ഫ്ലോസിലേക്ക് വീണ്ടും സ്വാഗതം. സൂര്യ നമസ്കാരം നിരന്തരമായിട്ട് അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താൻ മാത്രമല്ല, ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരവും ഊർജ്ജസ്വലമായ മനസ്സുമാണ് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മുഴുവൻ ശരീരത്തിനും മനസ്സിനും വേണ്ടിയുള്ള ഒരു വ്യായാമ രീതിയാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തെയും വർക്ക് ചെയ്യിക്കുന്നുണ്ട് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ. യൂറിനറി ആയാലും, റെസ്പിറേറ്ററി ആയാലും, സ്കെൽറ്റൺ ആയാലും, മസ്കുലർ ആയാലും, റീപ്രൊഡക്റ്റീവ് ആയും എന്നിവയുടെ എല്ലാ സിസ്റ്റത്തിലെയും ടോക്സിൻസിനെ, മാലിന്യങ്ങളെ പുറന്തള്ളി പരിപൂർണമായ ആരോഗ്യം പ്രദാനം ചെയ്യുകയാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമ രീതി വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ലോകത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി വരെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒന്നാണ് സൂര്യ നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള BP, ഡയബറ്റീസ്, PCOS, PCOD, ഹോർമോൺ എന്നീ വേണ്ട എല്ലാ അസുഖങ്ങൾക്കും വൺ ഓഫ് ദ ബെസ്റ്റാണ് സൂര്യ നമസ്കാരം. 12 യോഗകൾ കൂടിച്ചേർന്ന ഒന്നാണ് ഒരു റൗണ്ട് സൂര്യ നമസ്കാരം. ഈ ഒരു റൗണ്ട് സൂര്യ നമസ്കാരത്തിൽ തന്നെ 2-3 ആസനാസ് റിപ്പീറ്റ് ചെയ്തും വരുന്നുണ്ട്. നമ്മൾ റൈറ്റ് ലെഗ്, വലത് കാലം ഇടത് കാലം മാറി ചെയ്താൽ മാത്രമേ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. സൂര്യ നമസ്കാരം എപ്പോഴും ചെയ്യാൻ നല്ല സമയം സൂര്യോദയവും സൂര്യാസ്തമയവുമാണ്. വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഭക്ഷണം കഴിച്ച ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ 2 മണിക്കൂർ ഇടവേള എടുത്ത ശേഷം മാത്രം ചെയ്യുക സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ എത്ര എണ്ണം ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് നമ്മൾ മൂന്നെണ്ണം എടുക്കാം, 3 എണ്ണം ചെയ്യാം, 6 എണ്ണം ചെയ്യാം, 9, 12, ഏറ്റവും കുറഞ്ഞത് 6 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മളിലെ ഓരോ ചക്രാസും ആക്റ്റീവ് ആവുന്നുണ്ട്. ഓരോ ചക്രയും നമ്മൾ ഈ 7 ചക്രാസ്, നമ്മുടെ ശരീരത്തിലെ 7 ചക്രാസ് നമ്മൾ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ചക്രാസ് ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ. ശ്വസന രീതിയെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ആദ്യം നമ്മൾ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചെടുക്കുക. സ്റ്റെപ്പ് കറക്റ്റ് ആയ ശേഷം നമ്മളിത് കറക്റ്റായിട്ട് വരാൻ ചിലപ്പോൾ 1 മാസം, 2 മാസം, 3 മാസമൊക്കെ എടുക്കും സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. അപ്പം അതെല്ലാം അത്രയൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ശ്വാസം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്വാസവും സ്റ്റെപ്പും എല്ലാം കൂടി കൺഫ്യൂസ് ആകും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ശ്വാസം നിങ്ങൾ മാറ്റി വെക്കുക, എങ്ങനെ എടുക്കേണ്ടത് വിടേണ്ടതെന്നുള്ളത്. ആദ്യം സ്റ്റെപ്പ് പഠിക്കുക. പിന്നെ ഇതിനൊരു റിതം ഉണ്ട്. ചില ആളുകൾ സ്പീഡിൽ ചെയ്യുന്നതായിരിക്കും, ചിലവർ സ്ലോവിലായിരിക്കും ചെയ്യുന്നവർ, ചിലവർ സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് സമയവും നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളത് ചെയ്യുക. സൂര്യ നമസ്കാരം എന്നതൊരു വ്യായാമ രീതിയിൽ എന്നതിനേക്കാൾ ഉപരി ഒരു ചലനാത്മിക പ്രാർത്ഥന കൂടിയാണ് കേട്ടോ. അപ്പൊ അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം നമ്മൾ നിത്യവും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ശക്തി കൈവരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈഫിൽ വരുന്ന ഏതൊരു ഒബ്സ്റ്റക്കിൾസിനെയും, പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂര്യ നമസ്കാരം. ഓരോ ആളുകൾക്കും ഓരോ അനുഭൂതിയാണ് സൂര്യ നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ എത്രത്തോളം അതിന് ആത്മാർത്ഥത കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. സൂര്യ നമസ്കാരം എപ്പോഴും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫുൾ ബോഡി റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം സൂര്യ നമസ്കാരം ചെയ്യാം. സൂര്യ നമസ്കാരം ചെയ്യാൻ പാടില്ലാത്ത ആളെന്ന് പറയുന്നത് ഗർഭിണികൾ, ഇഞ്ചുറീസ് ആയിട്ടിരിക്കുന്നവർ, പെയിൻഫുൾ ആയിട്ടുള്ളവർ, പീരീഡ്സ് ആയിട്ട് കഴിഞ്ഞാൽ 3 ദിവസം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂര്യ നമസ്കാരം ചെയ്യേണ്ടതെന്ന് നോക്കാം.
നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴെപ്പോഴും മാറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മൂവ്മെന്റ് എല്ലാം ബാക്കിലേക്കാണ്. അപ്പം മാറ്റ് മാക്സിമം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് വേണം സൺ സല്യൂട്ടേഷൻസ് ചെയ്യേണ്ടത്. ഗെറ്റ് റെഡി ഫോർ സൺ സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ഈ ഒരു പൊസിഷനിലാണ്. കാലുകൾ ചേർത്ത് നട്ടൽ നിവർന്ന് താടാസൻ പൊസിഷനിൽ വന്ന് നിൽക്കുക. അതിനുശേഷം നമസ്തേ. നമസ്തേ എന്ന് പറയുമ്പോൾ ഉള്ളംകൈകൾ ചേർന്നിരിക്കണം. ഇതുപോലെ ഉള്ളംകൈകൾ ചേർന്നിരിക്കണം. എൽബോസ് സ്ട്രെയിറ്റ്, നട്ടെല്ല് നിവർന്നിരിക്കണം. അതിനുശേഷം ഹസ്ത ഉത്താനാസന. ഹസ്ത ഉത്താനാസന ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്തേ പൊസിഷനിൽ നിന്ന് നേരെ കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത ശേഷം ബാക്കിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുക. നിങ്ങളുടെ ശരീരം എത്രമാത്രം അനുവദിക്കുക അത്രമാത്രം ബെൻഡ് ചെയ്യുക. കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഹസ്താസനയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഹിപ്പ് കുറച്ച് ബാക്കിലേക്ക് പുഷ് ചെയ്ത ശേഷം ബെൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കൈകൾ താഴെ മുട്ടിലായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കൈകൾ കാലിൻ്റെ ഇരുവശവും പതിച്ചു വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ആംഗിൾ പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യാവുന്നതാണ് കാല്. അതിനുശേഷം കൈകൾ കാലിൻ്റെ ഇരുവശവും വയ്ക്കുന്നു. വലത് കാല് മാക്സിമം നീട്ടി ബാക്കിലേക്ക് പതിച്ചു വയ്ക്കുന്നു. കാലുകളെ മുഖമുകളിലേക്ക്. ഈ ഹിപ്പിന്റെ ഭാഗം മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇനി ഇടത് കാല് ബാക്കിലേക്ക് നീട്ടി വയ്ക്കുന്നു. ഈ ഒരു പൊസിഷൻ ദണ്ഡാസന. ഈ ഒരു പൊസിഷനിൽ നമ്മൾ പുഷപ്പ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൊസിഷനിൽ നമ്മുടെ പുറത്ത് അല്ലെങ്കിൽ മുതുകത്ത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ താഴേക്ക് പോകില്ല. ആ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കേണ്ടത്. ശേഷം മുട്ടുകുത്തുന്നു. രണ്ട് കൈകളുടെ നടുവിലേക്ക് ചെസ്റ്റ് വെക്കുന്നു. ഇതുപോലെ അഷ്ടാംഗാസന. 8 അംഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ 8 അംഗങ്ങൾ മാറ്റി പതിഞ്ഞിരിക്കണം. താടി അല്ലെങ്കിൽ നെറ്റി മുട്ടിയിരിക്കണം ഇതുപോലെ. ശേഷം കോബ്ര. കോബ്ര ചെയ്യുമ്പോൾ എൽബോസ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, എൽബോസ് ഇതുപോലെ ബെൻഡ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. കാൽപാദം പതിഞ്ഞിരിക്കണം. ശേഷം അധോമുഖ ശാനാസന. അധോമുഖ ശാനാസന ചെയ്യാനായിട്ട് കാലിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ മുകളിലേക്ക് ഉയർന്നു വരാവുന്നതാണ്. കാൽപാദം പതിഞ്ഞിരിക്കണം. നമ്മുടെ ദൃഷ്ടി വയറിൻ്റെ ഭാഗത്തേക്ക്. ശേഷം കാലുകൾ നേരെ വരുന്നു. ഏത് കാലാണോ ബാക്കിലേക്ക് ആദ്യം എടുത്തു വെച്ചത് ആ കാല് രണ്ട് കൈകളുടെ നടുവിലേക്ക് നീട്ടി വെക്കുന്നു. ഇതിന് അശ്വസഞ്ചലനാസന, മുഖം മുകളിലേക്ക്. ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ഈ ഭാഗം മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാം. ശേഷം ഇടത് കാലും രണ്ട് കൈകളുടെ നടുവിലേക്ക് വയ്ക്കുന്നു. കാലിൻ്റെയും കൈൻ്റെയും വിരലുകൾ ഒരേ രേഖയിലായിരിക്കണം. പതുക്കെ വരുന്ന ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു. നേരെ വരുന്നു. നമസ്തേ. ഇപ്പം നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇടത് കാല് വെച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് ലെഗ് വെച്ച് ചെയ്യാൻ പോവാണ്. നമസ്തേ. 2 3 4. ഇടത് കാല് ബാക്കിലേക്ക് നീട്ടി വെക്കുന്നു. 5. അഞ്ചാമത്തെ പൊസിഷനാണ് ദണ്ഡാസൻ. 6 എന്ന് പറയുമ്പോൾ മുട്ടുകുത്തുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ പൊസിഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം രണ്ട് കൈകളുടെ നടുവിലേക്ക് ചെസ്റ്റ് വയ്ക്കാം. അഷ്ടാംഗാസൻ. കോബ്ര. 8. അധോമുഖ ശാനാസൻ, ഡൗൺവേർഡ് ഡോഗ്. 9. അശ്വസഞ്ചലനാസന with left leg. 10. പാദഹസ്താസന. 11. 12.
സ്റ്റെപ്സ് എല്ലാവരും കണ്ടല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ സ്റ്റെപ്സിൽ മൂന്നാമത്തെ പൊസിഷനായ ഹസ്തപാദാസനിലെ കൈകൾ ശരീരത്തിൻ്റെ കാലിൻ്റെ ഇരുവശവും പതിച്ചു വെക്കുക. പതിച്ചു വെച്ച ശേഷം പിന്നെ നമ്മൾ ആ പൊസിഷനിൽ നിന്ന് കൈ എടുക്കുന്നത് പത്താമത്തെ സ്റ്റെപ്പിലേക്ക് ഹസ്തപാദാസൻ വീണ്ടും വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മേലേക്ക് ഉയരുമ്പോഴാണ് കൈയിൻ്റെ പൊസിഷൻ നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നത്. അതുവരെയും കൈകൾ അവിടെ തന്നെ ആയിരിക്കണം. അതും നോട്ട് ചെയ്യണം. നമ്മുടെ ശരീരം എത്രമാത്രം അനുവദിക്കുന്നു അത്രമാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഇന്നും ഒരു റൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഇന്നും ഒരു റൗണ്ട്. എന്നാൽ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ഓരോ ദിവസവും ചെല്ലും തോറും ശരീരത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് സൂര്യ നമസ്കാരത്തെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടാം. മറ്റുള്ളവർക്ക് ഇത് ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.